ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാനുള്ള പരിശുദ്ധ ഖുർആന്റെ കൽപ്പന. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ പരിശുദ്ധമായ ആയത്തിറങ്ങിയത് പരിശുദ്ധ ശഅബാൻ മാസത്തിലാണ്. വിശുദ്ധ റമളാന്റെ പടിവാതിൽക്കൽ നാം എത്തി നിൽക്കുന്ന നേരത്ത് നമ്മുടെ ഖൽബുകളെ ശുദ്ധീകരിക്കുവാൻ, ചെയ്തുപോയ പാപങ്ങളുടെ കറകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ കറകളഞ്ഞെടുക്കുവാൻ, സകല തിന്മകളുടെ വഴിയിൽ നിന്നും അകന്നു നിൽക്കാൻ, നന്മകളിലേക്ക് കടന്നു ചെല്ലാൻ എല്ലാം നമുക്ക് ഈ സ്വലാത്തുകൾ പര്യാപ്തമാണ്. പ്രിയപ്പെട്ടവരെ, സ്വലാത്തിന്റെ മഹത്വത്തെക്കുറിച്ചല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. പക്ഷേ സ്വലാത്തുമായി ബന്ധപ്പെട്ട് അത്ഭുതകരമായ ഒരു ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരു മനുഷ്യൻ അവൻ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാറുള്ളത് എങ്ങനെയാണ്? അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. സത്യത്തിൽ എന്താണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞ പദത്തിനർത്ഥം? അള്ളാഹുവേ, സകല തെറ്റുകളിൽ നിന്നും ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയാണ്, പൊറുക്കലിനെ തേടുകയാണ്. അത് പറയുന്ന നേരത്ത് ഒരു വിശ്വാസിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല എങ്കിൽ എന്താണ് ഞാൻ ഈ പറയുന്നത് എന്ന് അവൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു പറയാത്ത കാലത്തോളം അവൻ പറയുന്നത് കളവാണ് എന്ന് പറയേണ്ടി വരില്ലേ? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള മാനസികമായ വേദനയും ഖേദവുമില്ലാതെ ആ വാക്കുകൾ പറയുന്നത്. അതുകൊണ്ടാണ് മഹാരഥന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ലോകത്തോട് പഠിപ്പിച്ചു പോയത്, പടച്ചവനെ, ഞാൻ ഒരസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് പുറത്തു തരാൻ ഞാൻ പിന്നെയും അസ്തഗ്ഫിറുല്ലാ എന്ന് നിന്നോട് പറയേണ്ടി വരുമല്ലോ എന്ന്. ഇതാണ് ഇസ്തിഗ്ഫാറിന്റെ അവസ്ഥ. നാം ചൊല്ലുന്ന ഇസ്തിഗ്ഫാറിന്റെ അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവൻ ഇസ്തിഗ്ഫാർ കൊണ്ട് എന്താണോ ലഭിക്കുന്നത് അത് ആ സ്വലാത്ത് കൊണ്ട് ലഭിക്കുകയാണ്. അവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടുകയാണ്. എത്രയെത്ര ഹദീസുകളിലൂടെ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്തോഷ വാർത്ത നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബിമാര് സ്വലാത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവിടെയെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിപ്പറഞ്ഞ ഒന്നാണ് തെറ്റുകൾ പൊറുക്കപ്പെടുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ പരിശുദ്ധ റമളാനിലേക്ക് ആത്മീയമായ വിശുദ്ധിയോടെ കടന്നു ചെല്ലാൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സദസ്സിലും ഒരു രാത്രിയിലുമാണ് നമ്മളുള്ളത്. അള്ളാഹുവേ, നീ കബൂലാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ മഹനീയമായ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്ക് സകല തെറ്റുകളും പൊറുക്കപ്പെട്ടവരായി പിരിഞ്ഞു പോകുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സകല ആവശ്യങ്ങളും നീ ഏറ്റെടുത്ത് പരിഹരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ ഏറ്റെടുക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ തമ്പുരാനെ. അവരുടെ ഖബറിലേക്ക് ഈ പരിശുദ്ധമായ രാത്രിയിൽ ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്യുന്ന എന്തെല്ലാം നന്മകളുണ്ടോ അതിൻ്റെ പ്രതിഫലം അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിന്റെ അഖിലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. വേണ്ടേ? നിങ്ങൾക്ക് ആർക്കും വേണ്ടാന്ന് തോന്നുന്നുണ്ടല്ലോ. വേണമെങ്കിൽ ഉറക്കെ ആമീൻ പറയാം. അള്ളാഹുവേ, ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ റബ്ബേ. ആത്മാർത്ഥമായിട്ട് പറയാം. നമ്മുടെ ശരീരം ഈ സദസ്സിൽ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സെവിടെയോ ആണ്. അതുകൊണ്ട് എന്ത് കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ? ഈ സദസ്സിൽ ഏതായാലും നമ്മൾ ഇരിക്കുകയാണ്. ഒരു 1-2 മണിക്കൂർ നേരം ഈ സദസ്സിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് അള്ളാഹു തന്ന ഒരു തൗഫീഖാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു പ്രിയപ്പെട്ടവരെ, രാജാതിരാജനായ റബ്ബ് തആല അവന്റെ പൊരുത്തത്തിന് വേണ്ടി ഈ രാത്രി നമ്മളെ തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ ഈ സദസ്സിൽ വരാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. ഈ നാട്ടിൽ വേറെ എത്ര ആളുകളുണ്ട്, എന്തേ അവർക്ക് ഇവിടെ വന്നിരിക്കാൻ കഴിയാത്തത്? തൗഫീഖില്ല എന്നുള്ളതാണ്. അതിൽ ചില ആളുകൾ രോഗമുള്ളവരുണ്ടാവാം, മറ്റു തിരക്കുകളുള്ളവരുണ്ടാവാം. അവർ ഈ സദസ്സിൽ കടന്നു വന്നിരിക്കാൻ അവരുടെ മനസ്സിൽ നിയ്യത്തുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാതെ തന്നെ അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ്. അത് വേറെ കാര്യം. പക്ഷേ മറ്റു യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്നിട്ടും ഈ സദസ്സിലേക്ക് വരാൻ മനസ്സനുവദിക്കാത്തവർ, അത് തൗഫീഖ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. നമ്മൾ ആ കൂട്ടത്തിൽപ്പെട്ടവരല്ല. ഈ രാത്രിയിൽ ഇത്രയും നേരം മണിക്കൂറുകളോളം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദ്ഹുകൾ പറയുന്ന ആ സ്വലാത്തുകൾ പെയ്തിറങ്ങുന്ന മനസ്സുകൊണ്ട് മദീനയെ കാണാൻ കഴിയുന്ന
മഹത്തായ ഇഷ്കിന്റെ മജ്ലിസിൽ വന്നിരിക്കാൻ അള്ളാഹു നമുക്കൊരു ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് പ്രതീക്ഷയോടുകൂടി നമുക്ക് വിശ്വസിക്കാം. അള്ളാഹുവേ, ആ പ്രതീക്ഷ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ സദസ്സിലേക്ക് ഞങ്ങൾ കടന്നു വന്ന ഓരോ കാൽപ്പാടുകൾക്കും പകരമായി ഒരുപാട് വർഷങ്ങളുടെ ഇബാദത്തിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ അൽഫി റക്അ. ഒരല്പനേരം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് 1000 റക്അത്തുകളെക്കാൾ പുണ്യമുള്ള അമലാണെന്ന ഹദീസിന്റെ വെളിച്ചത്തിൽ പടച്ചവനെ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, ഈ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുന്ന ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റുകളും 1000കണക്കിന് റക്അത്തുകളുടെ പുണ്യമുള്ള അമലായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് വേറെ ജോലി ഇല്ലാത്തത് കൊണ്ടല്ല, ഞങ്ങൾക്ക് മറ്റു പ്രയാസങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, അതെല്ലാം ഞങ്ങൾ മാറ്റിവെച്ചത് ഈ സദസ്സിൽ വന്നിരിക്കുന്നത് നിന്റെ പൊരുത്തത്തിന് കാരണമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അള്ളാഹുവേ, ആ പൊരുത്തം നീ ഞങ്ങൾക്ക് തടയരുതേ തമ്പുരാനെ. ആ സ്വർഗത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ തമ്പുരാനെ. റഹ്മത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ തുറക്കണേ തമ്പുരാനെ. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എല്ലാ നന്മകളും സ്വീകരിക്കപ്പെട്ടവരായി, എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ടവരായി, എല്ലാ പ്രയാസങ്ങളും ഏറ്റെടുക്കപ്പെട്ടവരായി പിരിഞ്ഞു പോകുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്നേഹമുള്ളവരെ, പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാം എത്ര മനോഹരമായ ഒരു നിർമ്മിതിയാണ്. ലോകത്ത് അത്രമേൽ വിശാലമായിട്ടുള്ള ഒരു പള്ളി ഇന്നില്ല എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികളെ ഒരേ സമയത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന മനോഹരമായ വെള്ള കൊട്ടാരം. ആ മസ്ജിദുൻ നബവിയുടെ ചുറ്റുഭാഗങ്ങൾ പ്രിയപ്പെട്ടവരെ എത്രമേൽ സമ്പന്നമാണ്. ചരിത്രപരമായി എത്രയെത്ര തിരുശേഷിപ്പുകളാണ് ആ മഹനീയമായ നാട്ടിൽ അള്ളാഹു നൽകിയത്. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറവിയെടുത്ത മനോഹരമായ വീട് ഇന്നും അവിടെയുണ്ട് എന്നുള്ളതാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് നിലനിന്നിരുന്ന സ്ഥലത്ത് ഇന്ന് വലിയ ഒരു കെട്ടിടമാണ്. ഒരുപാട് മഹാന്മാരായ സ്വഹാബിമാര് അതിലൂടെയാണ് കടന്നുപോയത്. സയ്യിദത്തുനാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അവരുടെ വീടും പരിശുദ്ധമായ കഅബാലയവും തമ്മിൽ ഏതാനും മുഴം മാത്രമാണ് ദൂരമുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എത്രമേൽ മനോഹരമാണ് ആ നാടും ആ പ്രദേശങ്ങളുമെല്ലാം. അള്ളാഹു അതൊക്കെ കാണാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൻ്റെ ഒരു ഭാഗത്തുകൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് വലിയ വലിയ ഹോട്ടലുകൾ അവിടെയുണ്ട്. ദാറു തൗഹീദ് എന്ന് പറയുന്ന ഹോട്ടലുണ്ട്, ശരിക്കത്തു മക്കയുടെ കെട്ടിടമുണ്ട്. ആ ഭാഗങ്ങളിൽ ആ മുറ്റത്തേക്ക് നമ്മളിങ്ങനെ മുന്നോട്ട് കടന്നു പോയാൽ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഒരൽപ്പം ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശം കാണാം. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം കെട്ടിടങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് നിർമ്മിതികളുണ്ട്. പക്ഷേ ആ സ്ഥലം മാത്രം ഒഴിഞ്ഞു കിടക്കുകയാണ്. അതൊരു മക്ബറയാണ്, അതൊരു ഖബർസ്ഥാനാണ്. ആ ഖബർസ്ഥാനിന്റെ പേര് മഖ്ബറത്തു ശബീക എന്നാണ്. എന്താണ് ആ ഖബർസ്ഥാനിന്റെ പ്രത്യേകത? പ്രധാനമായും 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, സയ്യിദത്തുനാ ബീബി സുമയ്യ റളിയല്ലാഹു അൻഹ അന്തി ഉറങ്ങുന്നത് ആ മക്ബറയിലാണ്. അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങളെല്ലാം ഇടിച്ചു നിരപ്പാക്കി കെട്ടിടങ്ങൾ പണിതപ്പോഴും ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നില്ല. സയ്യിദത്തുനാ ബീബി സുമയ്യ റളിയല്ലാഹു അൻഹ അന്തി ഉറങ്ങുന്നത് ആ മക്ബറയിലാണ് എന്നതാണ് അഭിപ്രായം. പരിശുദ്ധ ദീനിൽ, വിശുദ്ധമായ ദീനിന്റെ ആ ജീവിത പന്ഥാവിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച ആദ്യത്തെ രക്തസാക്ഷിയാണ് ബീബി സുമയ്യ റളിയല്ലാഹു അൻഹ. സമർപ്പിച്ചതങ്ങിൽ ഖുബൈബിൻ ശരീരം സുവർഗം പണിഞ്ഞ സ്വബറിൻ മിനാരം സുമയ്യ മറഞ്ഞു ഷഹാദത്തിനോരം സുമയ്യ മറഞ്ഞു ഷഹാദത്തിനോരം സഹിച്ചേതു നോവും പകലന്തി നേരം वो शहरे मोहब्बत जहाँ मुस्तफ़ा है वही घर बनाने को दिल चाहता है. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ തിരുമുറ്റത്ത് 1400 വർഷങ്ങൾക്ക് ശേഷം ആ മക്ബറയുടെ പരിസരത്ത് നമ്മൾ വന്നു നിന്നാൽ, പ്രിയപ്പെട്ടവരെ, ബീബി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ 1400 കൊല്ലങ്ങൾക്ക് ശേഷവും പ്രോജ്വലമായി നിൽക്കുന്ന മനോഹരമായ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും.
ആ മഹത്തായ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വീഴ്ത്താതെ കടന്നു പോവാൻ കഴിയുമോ നമുക്ക്? ആ മക്ബറക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെയായിരുന്നു പ്രിയപ്പെട്ടവരെ ജാഹിലിയ കാലഘട്ടത്തിൽ ജനിച്ചത് പെൺകുഞ്ഞാണ് എന്നറിഞ്ഞാൽ ആ കുഞ്ഞിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടാൻ ഒരു മടിയുമില്ലാതിരുന്ന കാട്ടാളന്മാർ താമസിച്ചിരുന്ന കാലഘട്ടത്തില് ആ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നത് ഈ മഖ്ബറയിലായിരുന്നു അത്രേ. ഇതാ ഈ 1400 വർഷങ്ങൾക്ക് ശേഷം മഖ്ബറത്തു ശബീക്കയുടെ കവാടത്തിങ്കൽ വന്നിട്ട് ഒരൽപനേരം ഇങ്ങനെ കണ്ണടച്ച് നമ്മുടെ മനസ്സിനെ ചേർത്തു നിർത്തിയാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ട പെൺകുട്ടികളുടെ നിലവിളികൾ നമ്മുടെ ചെവിയിൽ വന്നലക്കുകയില്ലേ പ്രിയപ്പെട്ടവരെ? പെണ്ണായി പിറന്നു എന്ന ഒറ്റ കാരണത്താൽ ജീവിക്കാൻ യോഗ്യതയില്ലാത്ത വിധം മണ്ണിനടിയിലേക്ക് അകപ്പെട്ടുപോയ ജീവനോട് കുഴിച്ചു മൂടപ്പെട്ട എത്രയെത്ര ജന്മങ്ങളെയാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ സാഹചര്യമാണത്. ജനിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ആ കുട്ടിയെ കൊലപ്പെടുത്തുകയാണ്. വളർത്താൻ കഴിയില്ല, പോറ്റി വളർത്തൽ പ്രയാസകരമാണ്. ആ കുട്ടിയെ വളർത്തിയാൽ ആ കുട്ടിയെ കൊണ്ട് എന്ത് പ്രയോജനമാണ്? ഇതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ചിന്ത. ആ കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചുമൂടാൻ പിതാവിന് കൈവിറക്കാത്ത കാലം. ആ കാലഘട്ടത്തിലും ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നതിന്റെ മുമ്പും അതിനെ എതിർക്കുന്ന ഒരുപാട് മനുഷ്യ സ്നേഹികൾ മക്കയിലുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ദീനുമായി വരുന്നതിന്റെ മുമ്പേ മരണപ്പെട്ടു പോയ ആളാണ്. പക്ഷേ അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിഗ്രഹാരാധനകളും അതുപോലെ തന്നെ ബഹുദൈവ ആരാധനയും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന കാലഘട്ടത്തില് മഹാനവറുകൾ ഏകദൈവ വിശ്വാസത്തിലായി കഴിഞ്ഞു പോയവരാണ്. അതുമാത്രമല്ല, സമൂഹത്തിൽ നടമാടിയിരുന്ന എല്ലാ മോശപ്പെട്ട ചിന്തകൾക്കെതിരെയും മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്കെതിരെയും പോരാടിയിരുന്ന ഒരു മനുഷ്യൻ, തത്വജ്ഞാനിയായിരുന്ന പണ്ഡിതനായിരുന്ന ദീർഘദൃഷ്ടിയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അത്തരത്തിലുള്ള എല്ലാ ചെയ്തികൾക്കും എതിരായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ ആരെങ്കിലും ഒരാൾ ജനിച്ച പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചുമൂടാൻ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അദ്ദേഹം അവരോട് പറയും, നിങ്ങൾ ആ കുഞ്ഞിനെ കുഴിച്ചു മൂടരുത്. നിങ്ങൾ ആ കുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടരുത്. ആ കുഞ്ഞിനെ ഞാൻ പോറ്റിക്കൊള്ളാം, അതിനു വേണ്ട ചെലവ് ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുഞ്ഞുങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തത് അവർക്ക് ചെലവിന് കൊടുത്തവരെ വളർത്തുമായിരുന്നു. ആ കുഞ്ഞു വളർന്നു വലുതായാൽ കുഞ്ഞിന്റെ ഉപ്പയെ വിളിച്ചുകൊണ്ട് ചോദിക്കും, പിതാവിനോട് ചോദിക്കും, നിങ്ങളുടെ മകള് വളർന്നു വലുതായിട്ടുണ്ട്, ഇനിയും ആ കുഞ്ഞിനെ നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം, അതല്ല ഞാൻ ആ കുഞ്ഞിനെ പോറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞ് നന്മയുടെ തുരുത്തായി മാറിയിരുന്ന ആളുകൾ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന് പറയുന്ന ആള്. അദ്ദേഹം പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികിൽ വന്നു നിന്നുകൊണ്ട് ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി പറയുമായിരുന്നത്രേ, അല്ലാഹുവേ, നിന്നെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല റബ്ബേ, നിന്നെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയൂല തമ്പുരാനെ, അതെനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല റബ്ബേ. സത്യത്തിന്റെ ഒരു പ്രകാശത്തിന് വേണ്ടി ഞാൻ ദാഹിക്കുകയാണ്, പക്ഷേ ആ പ്രകാശം എനിക്ക് കാണാൻ കഴിയുന്നില്ല തമ്പുരാനെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് സമൂഹം മുഴുവൻ തെറ്റായ പ്രവണതകളിലേക്ക് പോകുന്ന നേരത്ത് നന്മയുടെ വഴിയിൽ ഉറച്ചു നിന്നിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ പരിശുദ്ധമായ മക്കയിൽ ഖുറൈശികളുടെ ഒരു ആഘോഷം നടക്കുകയാണ്. ആ ആഘോഷം നടക്കുന്ന നേരത്ത് 5-6 പേര് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അവര് മറ്റൊരു സ്ഥലത്തൊരു യോഗം കൂടുകയാണ്. അവർ പരസ്പരം ചർച്ച ചെയ്യുന്നത്, ഈ മക്ക സാംസ്കാരികമായി തകർന്നു പോയിരിക്കുകയാണ്, ഇവിടെ തെറ്റുകൾ നടമാടുകയാണ്, ഇവിടെ അനാവശ്യമായ പ്രവണതകൾ കൊടികുത്തി പാടുകയാണ്. ഒരിക്കലും മക്കക്കാരുടെ രീതിയല്ല യഥാർത്ഥ രീതി എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ ഹിദായത്തിന്റെ വഴി എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ. അതുപോലെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരാളാണ് ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് എന്ന് പറയുന്ന മറ്റൊരാൾ. നമ്മൾ മങ്കൂസ് മൗലിദിലൊക്കെ സാധാരണയായി ആ പേര് കേൾക്കാറുണ്ട്, ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ്.
അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ പിതൃവ്യൻ. അവരും പിന്നെ 2-3 ആളുകളുണ്ട്. അവർ തീരുമാനിക്കുകയാണ്, ഇന്ന് മക്കത്ത് നമ്മൾ കാണുന്നത് യഥാർത്ഥമായ നന്മയല്ല, അത് ഹിദായത്തിന്റെ വെളിച്ചമല്ല, ഹിദായത്തിന്റെ വെളിച്ചം എവിടെയോ മറഞ്ഞു കിടക്കുകയാണ്, ആ വെളിച്ചം നമുക്ക് കണ്ടെത്താൻ കഴിയണം. അങ്ങനെ അവര് പല നാടുകളിലേക്ക് സഞ്ചരിക്കുകയാണ്. ഷാമിലൂടെയും യമനിലൂടെയും പേർഷ്യയിലൂടെയും അവർ സഞ്ചരിക്കുകയാണ്. അങ്ങനെ വറഖത്ത് ഇബ്നു നൗഫൽ എന്നവര് ഷാമിലേക്ക് എത്തിച്ചേരുകയും ക്രിസ്തീയ സമൂഹവുമായി സന്ധിക്കുകയും അവരുടെ ബൈബിളിനെ കുറിച്ച് പഠിക്കുകയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഈസാ നബി അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ പാരമ്പര്യത്തിലുള്ള ഒരു സത്യക്രിസ്ത്യാനിയായി അദ്ദേഹം ജീവിക്കുകയും അവരുടെ തൗറാത്തിൽ ആഴത്തിലുള്ള അറിവ് നേടുകയും ചെയ്തു. എന്നാൽ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്നവരോ അവര് ജൂതമതത്തിലേക്കോ ക്രിസ്തീയ മതത്തിലേക്കോ മജൂസിയത്തിലേക്കോ അവർ പോയില്ല. അവർ ഇബ്രാഹിമി പാരമ്പര്യത്തിൽ അടിയുറച്ചു ജീവിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച നല്ല കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് രാജാതിരാജനായ റബ്ബിന് മാത്രം തന്റെ ഖൽബ് സമർപ്പിച്ചുകൊണ്ട് ആ മഹാൻ ജീവിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഹിദായത്തിന്റെ വെളിച്ചത്തിന് വേണ്ടി നാട് മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സിറിയയിലേക്കുള്ള യാത്രയിൽ ഒരു ക്രിസ്തീയ സന്യാസിയെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, ഞാൻ വരുന്നത് മക്കത്ത് നിന്നാണ്, ഞാൻ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ആ ക്രിസ്തീയ സന്യാസി പറഞ്ഞു, സഹോദര, നിങ്ങൾ ഏതൊരു പ്രകാശത്തിന് വേണ്ടിയാണോ തേടി അലയുന്നത്, ആ പ്രകാശം നിങ്ങളുടെ നാട്ടിലാണ് ഉദയം ചെയ്യാൻ പോകുന്നത്. സകല തിന്മകളുടെയും അന്തകനായി സകല നന്മകളുടെയും മാതൃകാ പുരുഷനായി ഒരു മഹാനായ പ്രവാചകൻ ലോകം കാത്തിരിക്കുന്ന കാലം കാത്തിരിക്കുന്ന പ്രകാശം ആ മക്കയിൽ ഉദയം ചെയ്യാൻ സമയമെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ആ പ്രകാശം തേടി നിങ്ങൾ ലോകം മുഴുവൻ അലയേണ്ടതില്ല, നിങ്ങൾക്ക് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകാം. ആ പ്രകാശം ഉദിക്കുന്നത് നിങ്ങളുടെ നാട്ടിലാണ്, നിങ്ങളുടെ ഗോത്രത്തിലാണ്, നിങ്ങളുടെ സമൂഹത്തിലാണ്, നിങ്ങളുടെ തലമുറയിലാണ്. നിങ്ങൾ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളൂ. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷേ പരിശുദ്ധമായ മക്കയിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ മുമ്പ് അദ്ദേഹം മരണപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടി സ്വർഗത്തിലെ മനോഹരമായ വഴിത്താരകളിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ വല്ലാതെ വേദനിക്കാറുണ്ട്. കാലം വളരെ മോശമാണെന്ന് നമ്മൾ പറയാറുണ്ട്. പഴയ കാലത്ത് കണ്ടിട്ടില്ലാത്ത ഒരുപാട് മോശമായ പ്രവണതകൾ നമ്മുടെ നാടുകളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, തലമുറകളിൽ നമ്മൾ കാണുന്നു എന്ന് സാധാരണ പറയാറുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കയിലേക്ക് നുബുവത്തിന്റെ വെളിച്ചവുമായി കടന്നു വരുന്ന ആ 6-ാം നൂറ്റാണ്ടിൽ അന്നുണ്ടായിരുന്നത് പോലെയുള്ള തെറ്റായ പ്രവണതകളൊന്നും ഇന്നില്ല എന്നുള്ളതാണ്.